ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇതെൻ്റെ ഡയലോഗല്ല കേട്ടോ. ഹെൽനോസ് പാട്ടയുടെ ഡയലോഗ് ഞാനൊന്ന് ചുമ്മാ കടമെടുത്തതാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു അടിപൊളി ദിവസം ഞാൻ കാണിക്കാൻ പോകുന്നത്. ഡേ മൈ ലൈഫൊന്നുമല്ല. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ കുട്ടിയും പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് പ്രിയദർശിനി കിട്ടണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് നേരെ കാഞ്ഞിരപ്പള്ളിക്ക് വെച്ച് പിടിച്ചു. പക്ഷേ കിട്ടിയില്ല. അതുകൊണ്ട് ഒരു പ്രൈവറ്റ് ബസ് കയറി നേരെ എൻ്റെ അനിയത്തിയുടെ വീട്ടിലോട്ട് പോവുക. കോട്ടയം ലുലുമാളിൻ്റെ അടുത്താട്ടോ അവളെ വീട്. പ്രിയദർശിനി കിട്ടാത്ത സങ്കടത്തിൽ ഞാനൊരു ഹോട്ടലിൽ കയറിയിട്ട് 2 പൊറോട്ട കഴിച്ചിട്ട് എൻ്റെ സങ്കടം അങ്ങോട്ട് മാറ്റി. കണ്ണനാണ് അവിടെ ഇരുന്നുകൊണ്ട് സോസൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. പൊറോട്ടയും സോസും കൂടെ കഴിക്കുന്ന ആദ്യത്തെ ആൾ അവനാന്ന് തോന്നുന്നു. അവന് പണ്ടേ സോസ് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇനി എനിക്ക് ഹോസ്പിറ്റലിൽ കയറണം. ഇതാണ് ഞാൻ വന്ന ഹോസ്പിറ്റൽ, ജനറൽ ഹോസ്പിറ്റൽ കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളിയല്ല, മറ്റേ കോട്ടയം. അവിടെ OP ടിക്കറ്റ് എടുത്തിട്ട് ടൈം ഒത്തിരി. ഞാൻ സാധാരണ രാവിലെ ഞാൻ OP ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് ഒന്നാമത്തെ ചീട്ട് എടുത്താൽ പോവാറ്. എനിക്ക് ഹോസ്പിറ്റലിൽ പോയി നിൽക്കാൻ ഇഷ്ടമില്ല. പിന്നെ മീ ഹെൽത്തിൽ കയറി ബുക്ക് ചെയ്താൽ പോകുന്നത്. പക്ഷേ ഇത്തവണ മീ ഹെൽത്ത് എന്നെ ചതിച്ചു ഗൈസ്. അപ്പോൾ ഞാൻ എടുത്ത ടിക്കറ്റ് 140 എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഒത്തിരി നേരം വെയിറ്റ് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്തു, ഹോസ്പിറ്റലിലൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് ചിപ്പിയുടെ വീട്ടിൽ വന്നു. വന്നതിന് ശേഷം ഞങ്ങൾ പുറത്തോട്ടൊന്ന് പോവുക. ഇനിയാണ് എനിക്കൊരു സർപ്രൈസ് ഉള്ളത്. എനിക്കല്ല, എനിക്കും ചിപ്പിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് ഇനിയാണ് ഞങ്ങളെ കാത്തിരിക്കുന്നത്. സർപ്രൈസ് എന്നല്ല കേട്ടോ, സന്തോഷം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഞങ്ങൾ. ഒരാളവിടെ ഭാഷ കളിക്കുന്നത് കണ്ടോ? ഭാഷയാണോ? മറ്റേ രജനീകാന്തിൻ്റെ സ്റ്റൈലൊക്കെയാണെന്ന് തോന്നുന്നു. എന്തായാലും പോട്ടെ. ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഞങ്ങളുടെ സന്തോഷം ഞങ്ങളിലേക്ക് എത്താൻ ഇനി കുറച്ച് മിനിറ്റുകൾ, അതായത് ഒരു 30 മിനിറ്റ് ഒക്കെ മതിയായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിങ്ങിലായിരുന്നു ഞങ്ങളവിടെ. അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർ കിടന്ന് തകർക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ കൂടെയുള്ളത് ജയേഷിൻ്റെ പെങ്ങൾ ചിന്നു, അവളുടെ കുഞ്ഞുവാവയാട്ടോ ഇപ്പോൾ കണ്ടത്. ഇത് കുടുംബകലകം നടക്കുന്നു ഗൈസ്. അതങ്ങനെ 5 മിനിറ്റേ ഉള്ളൂ കേട്ടോ. ഇതാട്ടോ ചിന്നുവ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞിട്ട് അകത്ത് കയറിയിരിക്കാൻ പറഞ്ഞു കേട്ടോ. ഞങ്ങളങ്ങനെ അകത്ത് കയറിയൊക്കെ ഇരുന്നു. ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ചു പോകേണ്ടതാണ്. ഇന്ന് തന്നെ തിരിച്ചു ചെന്നില്ലെങ്കിൽ മിസ്റ്റർ സതീഷ് മണ്ണാമറ്റത്തിൽ, അതായത് എൻ്റെ കെട്ടിയോൻ, എന്നെ പായിക്കും. ഇന്നത്തെ ക്ലാസ്സോ പോയി. ഇനി നാളെയും കൂടെ പോയാൽ ശരിയാകത്തില്ല. LKG ആണ്. പിന്നെ അവന് ചെറിയ മടിയും കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ കരയാൻ തുടങ്ങും. ഇപ്പം എന്നും പോകുന്ന ആ ഒരു ഫ്ലോയിൽ പുള്ളി എല്ലാ ദിവസവും അങ്ങ് പോയിക്കോളും. കുറച്ച് ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ മടി പിടിക്കാൻ തുടങ്ങും. ഞങ്ങളവിടെ ഇരുന്നപ്പോൾ ഞങ്ങളോട് പുറത്തോട്ട് വരാൻ പറഞ്ഞു. ഇനിയാണ് ഞങ്ങളുടെ കുഞ്ഞു സന്തോഷം ദാ എത്തിയിരിക്കുന്നു. ചിപ്പിയുടെയും ജയേഷിൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മൊത്തം പുതിയൊരു വണ്ടിയാണ്. അതങ്ങനെ ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടി. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. പുതിയതായിട്ടൊരു മെമ്പർ വരുമ്പം അതിൻ്റേതായൊരു സന്തോഷം ഉണ്ടല്ലോ. എന്തായാലും ഭയങ്കര സന്തോഷമായി എനിക്ക്. അത് എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്കും സന്തോഷമായിട്ടോ. ഞങ്ങളുടെ ഫാമിലിയിൽ ആദ്യമായിട്ടാട്ടോ കാറ് വാങ്ങുന്നത്. ജയേഷിന് ഇവളെ കല്യാണം കഴിക്കുന്നതിനൊക്കെ നേരത്തെ മുമ്പ് കാറൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വണ്ടി ഇടാൻ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് അവനത് വിൽക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ ദേ ഇപ്പം രണ്ടാമത് വീണ്ടും എടുത്തേക്കാട്ടോ. ദൈവം അനുഗ്രഹിച്ച് എല്ലാം ഭംഗിയായി സന്തോഷമായി. കുറേ ദിവസമായിട്ട് ഇവൻ ഇതിൻ്റെ പുറകെയുള്ള ഓട്ടമായിരുന്നു. എനിക്കും കാർ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ എൻ്റെ ആങ്ങളമാർ 2 പേരും കൂടെ ഇല്ലാത്തതും അച്ഛനും അമ്മയും കൂടെ ഇല്ലാത്തതും അവൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അവരും കൂടെ വേണം. പുതിയൊരു കാര്യം ചെയ്യുമ്പം അവരുടെയും കൂടെ ഒരു സന്തോഷത്തോടു കൂടി വേണ്ടേ ചെയ്യാൻ. പക്ഷെ അച്ഛന് വരാൻ പറ്റത്തില്ല. അച്ഛന് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അമ്മയ്ക്കും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അവന്മാർ 2 പേരും ഇവിടെ ഇല്ല. ഉണ്ണിയാണെന്നുണ്ടെങ്കിൽ പുറത്ത് എവിടെയോ ഓട്ടം പോയേക്കുക. അവനും വരുന്നതേ ഉള്ളൂ. കണ്ണനും പിന്നെ വരാൻ പറ്റിയില്ല. എങ്കിലും ഞാനുണ്ടല്ലോ ഓളിനോളായിട്ട്, എല്ലാവരുടെയും കൂടെ പ്രതിനിധിയായിട്ട് ഞാനങ്ങ് കയറി നിന്നു. വീട്ടിലെ മൂത്ത മോളാണല്ലോ, അപ്പം അതിൻ്റേതായ മറ്റേ ഒരു സ്റ്റാറ്റസൊക്കെ കണ്ടിട്ടില്ലേ, മൂത്ത മോളുടെ ഒരു സംഭവം. അതെ, വീട്ടിലെ മൂത്ത മോൾ ഞാനായതുകൊണ്ട് എനിക്ക് എല്ലാവിധ അധികാരങ്ങളും ഉണ്ട്. അപ്പം ഞാനായിരുന്നു ഇന്ന് ഇവിടുത്തെ ഓളിനോളായിട്ട് നിന്നത്. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാട്ടോ ഞാൻ അതിനകത്ത് കയറാതിരുന്നത്. അവർ ഫസ്റ്റ് കയറി. പിന്നെ മറ്റേ ബോബൻ്റെ മുകളിൽ എന്ന് പറഞ്ഞ പോലെ അവസ്ഥ. അവരെവിടെ എന്ത് ചെയ്താലും എൻ്റെ ഏട്ടനെയും കൂടെ അവൻ നിന്നില്ലെങ്കിലും ചിപ്പിയുടെയും ജയേഷിൻ്റെയും കൂടെ കണ്ണൻ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കും. അവൾക്കും അതെ, അവനെ ഇങ്ങനെ കൂട്ടത്തിൽ ഇങ്ങനെ കൊണ്ടു നടന്നില്ലെന്നെങ്കിൽ അവൾക്ക് സമാധാനം കിട്ടുകയില്ല. ജയേഷിൻ്റെ കൂട്ടുകാർ കുറച്ച് പേര് വന്നത് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കയറി.
അപ്പം ഞങ്ങളോട് പറഞ്ഞു അവിടെ വെയിറ്റ് ചെയ്യൂ, ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു. ജസ്റ്റ് കയറി ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് അവരങ്ങോട്ട് മാറി. അന്നേരം ഈ ഷോറൂമിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ നമ്മുടെ കോട്ടയം ലുലു മാൾ അവിടെ കിടക്കുമ്പോൾ നമ്മൾ എന്തിനാണ് വെറുതെ ഈ ഷോറൂമിൽ നിന്ന് ടൈം വേസ്റ്റ് ചെയ്യുന്നത്? അല്ലെങ്കിലും ലുലു മാൾ എന്ന് പറഞ്ഞാൽ എനിക്കൊരു വികാരമാണ്. ലുലു മാളിൽ പോയാലുണ്ടല്ലോ എനിക്ക് ലുലു മാൾ മൊത്തം കൂടെ വാങ്ങാൻ തോന്നും. അപ്പം ഞാൻ എന്നോട് തന്നെ പറയും, കാസ് പണം ദുട്ടു നഹീന്ന്. അങ്ങനെ ചുമ്മാ കയറി ഒന്ന് കറങ്ങും. പിന്നെ ചെറുതായിട്ട് ചിലപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കും. എന്നാലും വലുതായിട്ടൊന്നും അങ്ങനെ വാങ്ങാറില്ല കേട്ടോ. പിന്നെ ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് പറ്റി കേട്ടോ. ഈ വീഡിയോ ഞാൻ ആദ്യമേ എടുത്ത് വെച്ചതായിരുന്നു, പക്ഷേ ഇത് ഈ നാരങ്ങയൊക്കെ വെച്ചിട്ട് തുടങ്ങുന്ന വീഡിയോ ആയിരുന്നു. പക്ഷേ ആദ്യമേ അവർ മറ്റേ കറങ്ങാൻ പോകുന്ന ആ ഒരു വീഡിയോ കയറിപ്പോയി. സോറി കേട്ടോ, എഡിറ്റ് ചെയ്തപ്പോൾ ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അങ്ങനെ ഞാനും ജിന്നും ജിപ്പിയും പിള്ളേരും എല്ലാവരും കൂടെ കൂടിയിട്ട് ഞങ്ങൾ ലുലു മാളിൽ കയറിയെങ്കിലും ഒന്നും വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രതീക്ഷയില്ല. പക്ഷേ കാണാൻ ഐസ്ക്രീം വാങ്ങണമെന്ന് പറഞ്ഞു. അപ്പം ഈ മഴയത്ത് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത് വല്ല പനി പിടിച്ചാൽ ഏട്ടൻ എന്നെ ഓടിക്കും. അതുകൊണ്ട് ഒരു ജസ്റ്റ് ജ്യൂസെല്ലാം വാങ്ങിച്ച് കൊടുക്കാമെന്നുള്ള ഇതിൽ നിന്നു. പിന്നെ വാഷ്റൂമിൽ കയറിയപ്പോഴത്തേനും ചുമ്മാ ഒരു സെൽഫി എടുത്താട്ടോ. അവിടുത്തെ കണ്ണാടി കണ്ടപ്പോൾ നല്ല രസം. കണ്ണൻ അങ്ങനെ ഓടി നടക്കുക. ലുലു മാൾ കണ്ടാൽ പിന്നെ കണ്ണൻ അങ്ങനെ ചുമ്മാ ഇങ്ങനെ ഓടിപ്പോവും. ഇതിന് മുമ്പ് ഇവനിവിടെ വരും കേട്ടോ. ഇവന് ഭയങ്കര ഇഷ്ടം ഇവിടെ വരാൻ. നേരത്തെ ഞങ്ങൾ ചിപ്പിയുടെ വീട്ടിൽ പോകുമ്പോഴേ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുവേ. ഇവിടെ ആണെങ്കിൽ കരൾ കിട്ടും, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ കോഴിയുടെ ഒക്കെ കരളില്ലേ സെപ്പറേറ്റ് ആയിട്ട്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം. ഇവിടെ ലുലു മാളിൽ വന്നാൽ ചിപ്പിയുടെ വീട്ടിലുള്ളപ്പോൾ ഞാനത് വാങ്ങിയിട്ട് ഇങ്ങനെ വരട്ടി കറി വെക്കും കേട്ടോ. എനിക്ക് എന്നാ നിറത്തില്ല കോഴിയുടെ കരളിനോട് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ബീഫൊന്നും ഞാൻ കഴിക്കത്തില്ല. അപ്പോൾ അത് വാങ്ങാമെന്ന് വിചാരിച്ച് അത് വാങ്ങിച്ചു. കൂട്ടത്തിൽ പിള്ളേർക്ക് 2 ജ്യൂസും വാങ്ങിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേനും ജയേഷ് ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ടുവിട്ട് വണ്ടിയായിട്ട് തിരിച്ചു വന്നു. ഞങ്ങളങ്ങനെ വീണ്ടും വണ്ടിയിലൊക്കെ കയറി തിരിച്ചിനി വീട്ടിലോട്ട് പോകുന്നതാണ്. കാരണം അന്നേരത്തേനും 4 മണിയല്ല 3 മണിയൊക്കെ കഴിഞ്ഞു. എനിക്ക് 4-4:30 ആകുമ്പോഴത്തേനും എനിക്ക് തിരിച്ചു പോരാനുള്ളതാണ്. ഇങ്ങ് എത്തണ്ടേ, കാഞ്ഞിരപ്പള്ളി വരണം. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് പിന്നെ ആനക്കല്ല് വരെ വേണം. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും വന്നു കേട്ടോ. എന്നെ KSRTC കൊണ്ടാക്കി, ചിന്നുവിനെ നാമടെ സ്റ്റാൻഡിൽ കൊണ്ടാക്കണം. അവളും തിരിച്ചു പോരാമെന്നും പറഞ്ഞ് ഇറങ്ങിയായിരുന്നു. അപ്പം അവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ പോയി. രാവിലെ കിട്ടിയില്ലെങ്കിലും എനിക്ക് വൈകിട്ട് പ്രിയദർശിനി കിട്ടി. എനിക്ക് ആ പൈസയ്ക്ക് ഏത്തപ്പഴം വാങ്ങി തിന്നാം. എനിക്ക് ഏത്തപ്പഴമൊന്നും ഇഷ്ടമില്ല. ദിലീപ് പറഞ്ഞ ഡയലോഗ് ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എന്തായാലും പ്രിയദർശിനി കയറിയപ്പോൾ 48 രൂപ ഞാനങ്ങനെ ലാഭിച്ചു. സന്തോഷമായി ഗോപിയേട്ടാ, സന്തോഷമായി. അങ്ങനെ ഞങ്ങൾക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടുകയും ചെയ്തു. നല്ല കാഴ്ചയൊക്കെ കണ്ടിനി തിരിച്ചു പോകാം. ചെറിയ ചാറ്റൽ മഴ, വിൻഡോ സീറ്റ്. കണ്ണന് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞടഞ്ഞ് പോകും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.